ഷോൺ ജോർജിന് തിരിച്ചടി. CMRLൽ നിന്ന് SFIO പിടിച്ചെടുത്ത ഡയറിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിലെ നിർണായക വിവരങ്ങൾ ഡയറിയിൽ ഉണ്ടെന്നായിരുന്നു ഷോണിന്റെ വാദം. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, ഷോൺ ജോർജിന് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അതായത് രണ്ട് ഹർജികളാണ് ഇന്നുണ്ടായിരുന്നത്. ഒന്ന് ഷോൺ ജോർജിൻ്റെ, ഒന്ന് CMRLൻ്റെയും. ഷോൺ ജോർജിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ CMRLൻ്റെ ഓഫീസിൽ SFIO നടത്തിയ പരിശോധനയിൽ ഒരു ഡയറിയും മറ്റ് ചില രേഖകളും പിടിച്ചെടുത്തിരുന്നു. അത് SFIO കൈവശം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ പകർപ്പ് തനിക്ക് വേണം എന്നാവശ്യപ്പെട്ട് എറണാകുളത്ത് പ്രത്യേക കോടതിയിൽ ഒരു ഹർജി നേരത്തെ ഷോൺ നൽകിയിരുന്നു. ആ ഹർജി പ്രത്യേക കോടതി തള്ളുകയാണ് ഉണ്ടായത്. ആ തള്ളിയതിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പം ഈ പ്രത്യേക കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി തനിക്ക് രേഖകൾ, ആ ഡയറിയുടെ പകർപ്പ് ഒക്കെ നൽകാൻ ഉത്തരവുണ്ടാകണം എന്നതായിരുന്നു ഹൈക്കോടതിയിലെ പ്രയർ. ആ വിശദമായ വാദം കേട്ട ശേഷം ആ ആവശ്യം തള്ളി. ഷോണിന് വലിയ തിരിച്ചടിയാണ്, ഡയറിയുടെ പകർപ്പ് നൽകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. മറ്റൊന്ന്, ഈ വിചാരണ കോടതി പ്രത്യേക കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ വേണമെങ്കിൽ ഷോണിന് ഈ രേഖകൾ പരിശോധിക്കാം എന്ന് ഉത്തരവിട്ടിരുന്നു. അതിനെതിരെ CMRL ഒരു ഹർജി കൊടുത്തു, അങ്ങനെ പരിശോധിക്കാനാവില്ല എന്നും പറഞ്ഞു. അപ്പോൾ CMRLൻ്റെ ഹർജിയും അതേ ബെഞ്ചിൽ നിന്ന് പരിഗണിച്ചു. അതിനുശേഷം പറഞ്ഞു ആ പാർട്ട്, വിചാരണ കോടതിയുടെ ഉത്തരവിൻ്റെ ആ പാർട്ട് റദ്ദാക്കി. അതായത് പരിശോധിക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി തീർത്തു പറഞ്ഞു. അതായത് ഡയറിയുടെ കോപ്പിയും നൽകാനാവില്ല, ആ ഡയറിയുടെ വിവരങ്ങൾ പരിശോധിക്കാനും ഷോണിന് കഴിയില്ല. അപ്പോൾ രണ്ടർത്ഥത്തിലും ഷോണിന് തിരിച്ചടിയാണ്. ഒന്ന് ഷോണിൻ്റെ ഹർജിയും ഷോണിൻ്റെ തിരിച്ചടി, CMRL ഷോണിനെതിരെ നൽകിയ ഹർജിയിലും ഹൈക്കോടതിയുടെ ഉത്തരവ് ഷോണിനെതിരാണ്. അപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനാണ് ഷോൺ ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചത്. CMRL എക്സാലോജിക്ക് കരാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയൊക്കെ കരിനിഴലിൽ നിർത്താൻ നടത്തിയൊരു ശ്രമത്തിൻ്റെ തുടർച്ചയായാണ് ഷോൺ ഈ ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയത്. വിചാരണ കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി നിലനിൽക്കെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയും തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വിചാരണ കോടതി നേരിയൊരു ഇളവ് നൽകിയിരുന്നു, ഈ രേഖകൾ പരിശോധിച്ചോളൂ എന്ന്. അതും വേണ്ട എന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. വലിയ തിരിച്ചടിയാണ് ഷോണിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.